പക്ഷെ ആ സിനിമയുടെ എവിടെയോ സെക്കൻഡ് ഹാഫിനകത്ത് എവിടെയോ കുറച്ച് സിനിമ വലിഞ്ഞു പോയി. ഇതാണ് അവിടുത്തെ ഒരു ഇതുണ്ട്. ആ വലിഞ്ഞു പോയ സമയത്ത് ആ ഒരു കോൺസെൻട്രേഷൻ, ഒരു നടനോടുള്ള കോൺസെൻട്രേഷൻ അവിടെ എവിടെയോ വലിഞ്ഞു പോയെന്നുള്ള ഒരു തോന്നൽ. ഇതാണ് ഡിസ്കഷനിൽ വന്നത്. അങ്ങനെയാണ് നമുക്കിവിടെ പേര് അവിടെ നിന്ന് ഓക്കെ അവിടെ നിൽക്കുന്നു. അപ്പൊ എവിടെയോ സിനിമ അത് 2-2.5 മണിക്കൂർ നേരത്തെ സിനിമ സെക്കൻഡ് ഹാഫിനകത്ത് എവിടെയോ വലിച്ചിട്ടുണ്ട് എന്നുള്ളൊരു തോന്നല്. ഇതിലാണ് ഈ ഡിസ്കഷനിൽ പിന്നെ നമുക്ക് സൈഡിലേക്ക് മമ്മൂക്കയെ സൈഡിലാക്കാനും മാത്രം കഴിവുള്ള മേജർ രവി സാർ, ഇദ്ദേഹം പറഞ്ഞൊരു വലിയ നുണ, ആ നുണ നമുക്കൊന്ന് പൊളിച്ചടക്കാം. 2019 പേരൻപ് എന്ന സിനിമയ്ക്ക് എന്തുകൊണ്ട് അവാർഡ് കിട്ടിയില്ല എന്നുള്ളത് രാഹുൽ, അദ്ദേഹത്തിന്റെ പേര് രാഹുൽ റവൈൽ എന്ന് പറയുന്ന ആളാണ് അന്ന് ജൂറി ആയിട്ടുണ്ടായിരുന്നത് 2019. അന്ന് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഒരു സിനിമ ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. വനിത എന്ന് പറയുന്ന ഒരു മാഗസിനില് അദ്ദേഹം കൊടുത്ത, അല്ലെങ്കിൽ അന്ന് വന്ന ഒരു ന്യൂസ് കട്ടിംഗ് ആണ്. ജൂറിയുടെ തീരുമാനം ചോദ്യം ചെയ്യപ്പെടാനാകാത്തതാണെന്നും പേരൻപ് പ്രാദേശിക ജൂറി തന്നെ തള്ളിക്കളഞ്ഞതാണെന്നും രാഹുൽ പറയുന്നു. ദേശീയ ജൂറി പാനലിന് മുന്നിൽ ചിത്രം എത്തിയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഓക്കെ, അങ്ങനെയാണ് അവർ പറയുന്നത്. അതായത് ഈ പറയുന്ന മേജർ രവി പറയുന്നു, ആ സിനിമ ഞങ്ങൾ കണ്ടിരുന്നു, സിനിമയിൽ എന്തുണ്ടായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലാഗ്, 2.5 മണിക്കൂറുള്ള സിനിമയിൽ എവിടെയോ ഒരു ലാഗ്, മമ്മൂട്ടി നന്നായി അഭിനയിച്ചു. ആ നന്നായി അഭിനയിച്ചു എന്നുള്ളതിനാണ് ബെസ്റ്റ് ആക്ടർ എന്ന അവാർഡ് കൊടുക്കുക. അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. മേജർ രവിക്കൊക്കെ മമ്മൂക്കയോട് ഇത്ര അധികം വിദ്വേഷം എന്തിനാന്ന് എനിക്കറിയില്ല. കാരണം ഈ ഒരു സിനിമ ദേശീയ ജൂറിയുടെ ആ ഒരു പാനലിന് മുന്നിൽ വന്നിട്ടില്ല. അപ്പൊ മേജർ രവി ഈ സിനിമ എവിടെ, ഏത് പാനലിൽ നിന്നാണ് കണ്ടത്? ഇനി സൗത്ത് ഇന്ത്യയിലെ ഒരു പാനലുണ്ട്, അതിലാകുമോ? അവിടെ നിന്ന് ഈ സിനിമ തഴയുന്നതിന് മുൻകിട്ട് നിന്നത് മേജർ രവിയാണോ? ഡൗട്ടുണ്ടേ. ഇതിന് മമ്മൂട്ടിക്ക് ഇദ്ദേഹം ഒരു മറുപടി അയച്ചു. ആ ഒരു മറുപടി അത് ഞാൻ വായിച്ചു തരാം. വായിച്ചു തരണമെന്ന് ഇല്ലല്ലോ, ഞാൻ പറഞ്ഞു തരാം. ഇംഗ്ലീഷാണ്, കുറച്ച് ബ്ലിങ്കോ ആണ്, അതുകൊണ്ടാണേ. രാഹുൽ റവൈൽ ഈ ഒരു പോസ്റ്റിനടിയിൽ ഒരുപാട് ആരാധകർ വന്നിട്ട് അങ്ങോട്ട് കയറി മെരകിണ്ടായിരുന്നു കേട്ടോ. വിരകില്ലാണ്ടാക്കിയിരുന്നത്. കാരണം മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തിക്ക് ആ ഒരു സമയത്ത് ആ പേരൻപ് എന്ന സിനിമക്ക് അവാർഡ് കൊടുത്തില്ല എന്ന് പറയുന്നത് വളരെ വളരെ എന്താ പറയുക, യുക്തിക്ക് നിരക്കാത്ത കാര്യം. ഉറി എന്ന സിനിമക്കാണ് ഉറി എന്നൊരു ആർമി സ്ട്രൈക്ക് എന്തൊരു മൂവി, എന്താ പറയാ, പട്ടാള സിനിമ. അത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ദേശസ്നേഹത്തെ കൂടുതൽ പൊക്കി കാണിക്കുന്നതിന്. ഒരു തരത്തിലുള്ള ആക്ടിങ്ങും മുഖത്ത് ഭാവം വരാത്ത ആൾക്കന്ന് ദേശീയ അവാർഡ് കിട്ടി. ഓക്കെ, അദ്ദേഹത്തിന്റെ പോസ്റ്റാണ്. മെസ്സേജ് സെൻഡ് ബൈ മീ ആസ് എ ചെയർമാൻ ഓഫ് ദി ജൂറി ഓഫ് 66th NFA to Mammootty. Hi, Mr. Mammootty. There have been a lot of hate mail that too extremely nasty that I have been receiving from your fans or so-called fan clubs as to why you were not given. ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, ഞാൻ പറഞ്ഞുതരാം. അതായത് ഇംഗ്ലീഷ് വായിച്ചിട്ടുണ്ടെങ്കിൽ തരിപ്പി കയറി എനിക്ക്, അതുകൊണ്ടാണ്. അതായത് അദ്ദേഹത്തിന് ഒരുപാട് ആളുകൾ നിരന്തരമായിട്ട് പോസ്റ്റുകളിലൂടെയും മെസ്സേജുകളായിട്ടും വളരെ മോശപ്പെട്ട രീതിയിൽ തെറികളൊക്കെ വിളിക്കുന്നു. എന്തുകൊണ്ട് പേരൻപ് എന്ന സിനിമക്ക് അവാർഡ് കൊടുത്തില്ല, എന്തുകൊണ്ട് സിനിമയെ പരിഗണിച്ചില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഒരു ഇതിനുള്ള മറുപടി അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദേശീയ ജൂറി പാനലിന് മുന്നിൽ ഈ ഒരു സിനിമ എത്തിയില്ല എന്ന് താങ്കൾക്കും അറിയാം, എനിക്കും അറിയാം. പിന്നെ ഞാൻ എങ്ങനെയാണ് അവാർഡ് കൊടുക്കുക, തരിക പേരൻപ് എന്ന സിനിമക്ക് എന്ന രീതിയിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. അതിന് മമ്മൂട്ടി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, ഇപ്പൊ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് അറിവില്ല, ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞ മമ്മൂട്ടി അദ്ദേഹത്തിന് ഈ ഒരു ആരാധകർക്ക് വേണ്ടിയിട്ട് ക്ഷമ പറഞ്ഞു എന്നുള്ളതാണ്. നോബഡി ഹാസ് ബീൻ ദി റൈറ്റ് ടു ക്വസ്റ്റ്യൻ എ ജൂറി ഡിസിഷൻ. ജൂറിയുടെ തീരുമാനങ്ങൾ ആർക്കും തടയാനോ ചോദ്യം ചെയ്യാനോ പറ്റില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. അതെന്തുകൊണ്ട് അവിടെ കൂട്ടിച്ചേർക്കുന്നു എനിക്കറിയില്ല കേട്ടോ. കാരണം രാഹുൽ റവൈൽ പറയുന്നു ജൂറിക്ക് മുന്നിലെത്തിയില്ല എന്ന്, മേജർ രവി പറയുന്നു ഞങ്ങൾ ആ സിനിമ കണ്ടു എന്ന്. അപ്പോൾ 2019 വന്ന പോസ്റ്റുകളാണ് ഇപ്പൊ നിങ്ങൾ സൈഡിൽ കാണുന്നത്. ഈ ഒരു പോസ്റ്റിലും എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് അവാർഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയം 2019 ഇവിടെ വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ രീതിയിൽ പ്രശ്നങ്ങളൊക്കെ. എന്നിട്ട് പോലും മമ്മൂക്ക എന്ന് പറയുന്ന നടനോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഇഷ്ടത്തിന്റെ പുറത്ത് നമ്മൾ എല്ലാവരും അത് ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ മേജർ രവി എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളതിന് ഉത്തരം 2024 നമുക്ക് കിട്ടിയിട്ടില്ല. ജൂറി അംഗമായിട്ടുള്ള രാഹുൽ റവൈൽ പറയുന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അത് ദേശീയ പാനലിൽ എത്തിയില്ല, സൗത്ത് ഇന്ത്യയിൽ തന്നെ തടഞ്ഞു വെച്ചു എന്നാ പറയുന്നത്. അപ്പോ അങ്ങനെ തടഞ്ഞു വെക്കാനും മാത്രം ആ സിനിമ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളത്. ആ ഒരു വർഷം തമിഴ് സിനിമകളോ മലയാള സിനിമകളോ അങ്ങോട്ട് എത്തിയിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് ആദ്യം തന്നെ നോക്കാം. പക്ഷെ അതേസമയം അറബിക്കടലിന്റെ മുത്തുമണി ലാലേട്ടനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. ലാലേട്ടനല്ല, ആ സിനിമയുടെ ബെസ്റ്റ് ഹിസ്റ്റോറിയൽ മൂവി. അതുകൂടാതെ തന്നെ ആ ഒരു സിനിമയ്ക്ക് എന്താണ് കൊടുത്തത്,
ബെസ്റ്റ് ഗ്രാഫിക്സ് വർക്ക് എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോ അതൊക്കെയാണ് അവസ്ഥ. അപ്പൊ ഇത് ചില ആളുകളുടെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ്. ഇപ്പൊ ഈ വർഷത്തെ കാര്യം പറയാം. ഇപ്പോ 70ാമത്തെ ഫിലിം ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുന്നു. നാഷണൽ അവാർഡ് ആർക്ക് കിട്ടുമെന്നുള്ള ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച 2 സിനിമകൾ റൊഷാക്കും അതുപോലെ നൻപകൽ നേരത്ത് മയക്കവും ഈ ഒരു പാനലിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ റൊഷാക്ക് എന്ന് പറയുന്ന സിനിമ അങ്ങ് കട്ടായി പോയി. ഇപ്പൊ നൻപകൽ നേരത്ത് മയക്കാണ് ഫൈനൽ റൗണ്ടിൽ നിൽക്കുന്നത്. എന്താണ് കാന്താര എന്ന് പറയുന്ന സിനിമ, തെലുങ്ക് സിനിമയും മമ്മൂട്ടിയുടെ ഈ പറയുന്ന നൻപകൽ നേരത്ത് മയക്കവും തമ്മിലുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. നിങ്ങൾ സൈഡിൽ കാണുന്ന ഒരു ഫോട്ടോ അല്ലേ? ഇനി ചിന്തിക്കാനൊന്നുമില്ലല്ലോ, അത് കാന്താരക്ക് കിട്ടാനുള്ള സാധ്യത കാണുന്നു. പക്ഷെ അഭിനയം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമ തുടങ്ങി 15 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ മമ്മൂക്കയുടെ പരകായ പ്രവേശമുണ്ട് ഷൺമുഖം എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലേക്ക്. ഒരുപക്ഷെ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ മമ്മൂട്ടിയെ കൊണ്ടേ കഴിയൂ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള പരകായ പ്രവേശത്തിന്റെ ആ നടത്തവും ഭാവവും വല്ലാത്തൊരു സംഭവമായിരുന്നു. ഇതുവരെ മമ്മൂട്ടിയിൽ കാണാത്ത പലതരത്തിലുള്ള ഭാവങ്ങളും മുഖത്ത് മിന്നിമായതും നമ്മൾ കണ്ടതാ. ആ ഒരു സിനിമ നമ്മുടെ കാന്താര എന്ന സിനിമയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാന്താര എന്ന സിനിമ ഒരു പക്ഷേ എനിക്ക് ഇഷ്ടമുള്ള സിനിമ തന്നെയാണ്, നൻപകലും എനിക്ക് ഇഷ്ടമുള്ള സിനിമ തന്നെയാണ്. പക്ഷെ കാന്താര സിനിമ ഒരു ന്യൂട്രൽ മൂവി ആയിട്ട് ഇങ്ങനെ പോവുകയും സിനിമയുടെ അവസാനം എത്തുന്ന 15 മിനിറ്റ് ആണ് നമ്മളെ കോരിത്തരിപ്പിക്കുന്നത്. ആ ഒരു 15 മിനിറ്റ്, അവരുടെ 15 മിനിറ്റ് നൻപകൽ നേരത്തെ സിനിമയെ മുഴുവനായിട്ട് വിണുങ്ങാനും മാത്രം കഴിവുള്ളതൊന്നുമല്ല എന്നുള്ള കാര്യം കൂടി ഞാൻ പറയുന്നു. ഒരു ആർട്ട് മൂവി എന്ന തരത്തിൽ ഒരിക്കലും ഈ ഒരു നൻപകൽ നേരത്തെ മയക്കത്തിനെ തോൽപ്പിക്കാൻ ഈ ഒരു സിനിമ കഴിയില്ല. പക്ഷെ രാഷ്ട്രീയ പിടിപാട് കൊണ്ട് കാലങ്ങളായിട്ട് മമ്മൂക്കയുടെ സിനിമകളെ തഴയുന്നത് നമ്മൾ കുറെ കാലം തുടങ്ങിയിട്ട് മമ്മൂട്ടിയുടെ 4ാമത്തെ എന്താ പറയാ നാഷണൽ അവാർഡ് ഈ ഒരു സിനിമ ആകും എന്ന് നമുക്ക് വളരെ ഉറപ്പുണ്ട്. കാരണം റോഷാക്ക് എന്ന സിനിമയെ വെച്ച് നോക്കുമ്പോൾ തന്നെ കാന്താര എന്ന സിനിമയ്ക്ക് യാതൊരു തരത്തിലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ദൂരത്താണ്. പക്ഷെ റൊഷാക്കും അതുപോലെ നൻപകൽ നേരത്ത് മയക്കവും ഒക്കെ തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു പാനലിന്റെ മുന്നിലെത്തുമ്പോൾ അതിനൊരു വ്യത്യാസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവികമായിട്ടുള്ള വിശ്വാസങ്ങളെ കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള കാന്താര എന്ന സിനിമയ്ക്ക് ഈ ഇപ്പൊ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ഒരു താല്പര്യമുണ്ടാകും. അവരെ ഇഷ്ടപ്പെടുന്ന, അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു വിഷയം തന്നെയാണ് ഈ ഒരു ആത്മീയതയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇത്തരം സിനിമകൾ ചെയ്യുമ്പോൾ ഒരുപക്ഷെ അതൊരു അവാർഡിനുള്ള സാധ്യതകൾ കിട്ടുന്നു എന്നുള്ളതാണ്. അത് അങ്ങനെ തന്നെ തെലുങ്കന്മാർക്ക് അവാർഡുകൾ കൊടുക്കാൻ വലിയ താല്പര്യമാണ്. പുഷ്പ എന്ന സിനിമയ്ക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവാർഡ് കൊടുത്തത് അല്ലു അർജുന് പോലും അറിയില്ല. ഇപ്പോഴും ചിലപ്പോൾ ഉറക്കത്തിൽ ജെട്ടി എണീക്കുന്നുണ്ടെന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവാർഡ്, അയ്യോ എനിക്കെങ്ങനെ കിട്ടി? ഓക്കെ, അപ്പൊ അതാണ് പുഷ്പ എന്ന സിനിമക്ക് അവാർഡ് കിട്ടിയെങ്കിൽ കാന്താര എന്ന സിനിമക്കും അവാർഡ് കിട്ടും. കാരണം അത് രാഷ്ട്രീയ പിൻബലം കൊണ്ട് കളിക്കുന്ന ഒരു കളിയാണേ, അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ നൻപകൽ നേരത്ത് മയക്കവും അതുപോലെ തന്നെ ഈ കാന്താര എന്ന സിനിമ തമ്മിലുള്ള വലിയ ഒരു അന്തരം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാസിക് മൂവിയാണ് നൻപകൽ നേരത്ത് മയക്കം, ഒരു ആർട്ട് മൂവിയാണ് നൻപകൽ നേരത്ത് മയക്കം. പക്ഷേ കാന്താര എന്ന സിനിമ അതിനേക്കാളും ഉയരെയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സംഭവമുണ്ട്, അതാണ് ആത്മീയത. ആ ആത്മീയതയ്ക്ക് ഒരു പക്ഷേ മമ്മൂക്ക എന്ന പേരിനെ ചവിട്ടി താഴ്ത്തി മുന്നിലോട്ട് കയറാനുള്ള ഒരു സാധ്യത കാണുന്നു. അങ്ങനെ ഒന്നും സംഭവിക്കല്ലേ. മമ്മൂക്കക്ക് തന്നെ ഈ വർഷത്തെ അവാർഡ് കിട്ടട്ടെ, നാഷണൽ അവാർഡ് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാലങ്ങളായിട്ട് അദ്ദേഹത്തിനെ തഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ നമുക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഇങ്ങനെ തഴയപ്പെടാനും മാത്രം എന്താണ് എന്നുള്ളതാണ്. ഇത്രയും കാലം കിട്ടിയ നാഷണൽ സ്റ്റേറ്റ് അവാർഡുകളൊക്കെ കൂട്ടി വെച്ച് നോക്കുകയാണെങ്കിൽ മമ്മൂക്കയുടെ ഇപ്പോഴുള്ള ഈ ഒരു നിലപാട് ഇത്രയും കാലമായിട്ട് ഈ ഒരു റീസെന്റ് ആയിട്ടുണ്ടായ ഒരു 5-6 വർഷത്തെ തന്നെ എടുത്തോ, ഈ 5-6 വർഷത്തിനിടയിൽ ബെസ്റ്റ് ആക്ടർ അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ ഈ ആളുകളുണ്ടല്ലോ, അവർക്കൊക്കെ മമ്മൂട്ടിയുടെ അഭിനയത്തിന്റെ അടുത്തേക്ക് എത്താനുള്ള എന്തെങ്കിലും യോഗ്യതയുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അത് ആർക്കാണെന്നൊന്ന് നോക്കാനാണ്. മമ്മൂക്കയുടെ അടുത്തെത്താനും മാത്രം കഴിവുള്ള ആരെങ്കിലുമൊക്കെ വേണ്ടേ, അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പൊ നൻപകൽ നേരത്ത് മയക്കം, അതുപോലെ തന്നെ കാന്താര കിടന്നിട്ട് ഇങ്ങനെ മേകിക്കൊണ്ടിരിക്കുന്നു. അതിവിദഗ്ധമായിട്ട് മമ്മൂട്ടിയെ അതിൽ നിന്നും പുറത്തേക്ക് എടുത്ത് കളയുകയാണെങ്കിൽ നിങ്ങൾ ഇനി ഒന്നും ചിന്തിക്കണ്ട. ഇനി വരും കാലങ്ങളിൽ നാഷണൽ അവാർഡ് എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിനോട് നമ്മൾ വലിയ വില ഒന്നും കൽപ്പിക്കേണ്ടതായിട്ടില്ല. കാരണം അതിന്റെ വാല്യൂ അത് നഷ്ടപ്പെടുന്നു. എല്ലാ മേഖലയിലും രാഷ്ട്രീയം കടന്നു വരുമ്പോൾ അത് നഷ്ടപ്പെടുന്നു എങ്കിൽ ഈ ഒരു സിനിമയ്ക്ക് മമ്മൂക്കക്ക് എടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു അവാർഡ് എന്താണെന്നറിയോ? നമ്മുടെ സ്നേഹം തന്നെയാണ്. എന്തുകൊണ്ടാണ് മമ്മൂട്ടി ഇപ്പോഴും ഇതേപോലെ നിലനിൽക്കുന്നത് നിങ്ങൾക്കറിയോ? എന്തുകൊണ്ടാണ് ഇപ്പോഴും ആരാധകരെ പിടിച്ച് കുലുക്കി ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്കറിയോ? അദ്ദേഹത്തിന്റെ അപ്ഡേഷൻ തന്നെയാണ്. അതായത് ഒന്നിന്റെ മുകളിലേക്ക് വെക്കുമ്പോൾ
ആ താഴെയുള്ള ഒന്നിനേക്കാൾ മികച്ചതാണ് ആ പുതിയ ഒന്ന്. അത് തന്നെയാണ് എന്നും ഒന്നാമതായി നിൽക്കുക. മമ്മൂക്കയുടെ കയ്യിലുള്ള ഒരേ ഒരു ട്രിക്ക് അതാണ്, ഒന്നിനേക്കാൾ മികച്ചതാക്കാനുള്ള ശ്രമങ്ങൾ. അത് ഇനിയും തുടരും. ഈ ഒരു അവാർഡ് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും മമ്മൂട്ടി അത് ചിന്തിക്കുന്നില്ല. മമ്മൂട്ടി ചിന്തിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ സിനിമകൾ ജനങ്ങൾ കാണണം, എന്റെ സിനിമകൾക്ക് അവർ അഭിപ്രായം പറയണം, അവരെ ഇങ്ങനെ ചേർത്ത് പിടിക്കണം. ഇത്ര മമ്മൂക്കൊക്കെ ആഗ്രഹമുള്ളൂ. നമുക്ക് അത്രയൊക്കെ തന്നെ ആഗ്രഹമുള്ളൂ. നമുക്ക് നമ്മുടെ ലെജൻഡ് ആക്ടേഴ്സ് ആയ ലാലേട്ടനും മമ്മൂക്കയൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അവരുടെ നല്ല നല്ല സിനിമകൾ കണ്ട് നമുക്ക് തിയേറ്ററിൽ ഇങ്ങനെ അടിച്ച് പൊളിച്ച് എന്റർടൈൻമെന്റ് ഒക്കെ അങ്ങനെ തമാശയും ചിരിയൊക്കെ കളിച്ച് അങ്ങനെ ഇരിക്കാം. അതന്നെ, അതായത് ഈ ഒരു വർഷത്തെ ഈ മാസം ലാസ്റ്റ് അതറിയാൻ കഴിയും. കാന്താരക്കാണ് കിട്ടുന്നതെങ്കിൽ നാഷണൽ അവാർഡുകളുടെ വില അത് ഇല്ലാണ്ടാവും എന്നുള്ള കാര്യത്തോട് തർക്കവും വേണ്ട. ഒരുപക്ഷെ മമ്മൂക്കയ്ക്ക് രാഷ്ട്രീയ പിൻബലം ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ അവരുടെ അടുത്തെത്താൻ കഴിയുമെങ്കിൽ ഒരുപക്ഷെ കിട്ടുമായിരിക്കാം. അങ്ങനെയൊക്കെ കിട്ടിയിട്ട് എന്തുകൊണ്ടൊക്കെയാണ് ഈ നാഷണൽ അവാർഡ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ കഴിവ് അത് ലോക ജനത അംഗീകരിച്ചു കഴിഞ്ഞതാണ് അല്ലെ? മമ്മൂക്കയുടെ കഴിവ് ലോക ജനത അംഗീകരിച്ചതാ. അപ്പൊ പിന്നെ നമുക്ക് അതിന്റെ മുകളിലായിട്ട് ഒരു നാഷണൽ അവാർഡ് വേണോ? കമന്റ് ചെയ്യൂ.